സൗദി അറേബ്യയിൽ 2025 പുതിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രഖ്യാപനം, ഒരു നോട്ടിഫിക്കേഷൻ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ലെവലിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സർക്കുലറായിട്ട് പിന്നീട് വരും. മെയിനായിട്ട് സൗദി അറേബ്യയിലെ സ്വദേശി സംരംഭകരും അതുപോലെ തന്നെ വിദേശ സംരംഭകരും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉദ്ദേശിച്ച ചില ഫീസ് ഘടനകളായാലും കോർപ്പറേറ്റ് ടാക്സുകളായാലും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാവുന്ന ആക്ടിവിറ്റീസിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഫെസിലിറ്റീസ്, മറ്റു ഗവൺമെന്റ് ഫെസിലിറ്റീസ്, ഈ കാര്യങ്ങളിലെല്ലാം സ്വദേശി കമ്പനികളും വിദേശ കമ്പനികളും തമ്മിലുള്ള അന്തരം ഒരേപോലെ തുല്യ പരിഗണന കൊടുക്കുന്നുള്ള പ്രഖ്യാപനം നിലവിൽ വന്നിട്ടുണ്ട് 2020. അപ്പോൾ അതിൽ മെയിനായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ വിദേശ നിക്ഷേപകർ കാണുന്നത്, ഒന്നാമതായി കാണുന്ന അവരുടെ ഈ നിക്ഷേപ ഫീസ്, അതുപോലെ റിന്യൂവൽ ഫീസ്, ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് റിന്യൂവൽ, അതൊരു 62,000 ആണ് ഇപ്പോൾ നിലവിൽ. ആ എമൗണ്ടിൽ വളരെ ഗണ്യമായ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് ഇപ്പോൾ ഇവിടെ 20% ആണ് നിലവിൽ. അപ്പോൾ അത് വിദേശ കമ്പനികളിൽ അതിലും ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആണ് ഒരു ലൈസൻസും മൾട്ടി ലെവൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ്. ഇപ്പോൾ നിലവിൽ ഓരോ ആക്ടിവിറ്റീസ്, ഇപ്പോൾ ട്രേഡിംഗ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ഫാക്ടറി എന്നീ ബിസിനസ്സുകൾക്ക് സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് ആവശ്യം. അപ്പോൾ അതിനൊക്കെ ഓരോ സെപ്പറേറ്റ് റിന്യൂവലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഇതിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകും. ലൈസൻസ് വിത്ത് മൾട്ടി ആക്ടിവിറ്റീസ്, മൾട്ടി ബിസിനസ്, അതിലും മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു സൂചന 2025 നിക്ഷേപകർ നോക്കിക്കാണും. അതുപോലെ തന്നെ ആണ് പിന്നെ അവരുടെ വേറെ കാര്യം, മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. വിദേശ കമ്പനികളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ കമ്പയർ ടു സൗദി കമ്പനികളായിട്ട് വലിയ അന്തരമുണ്ട്, ഭയങ്കര ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ ട്രേഡിംഗ് കമ്പനികളാണ്, അവർക്ക് 27 മില്യൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ 30 മില്യൺ ക്യാപിറ്റൽ കൊണ്ടുവന്നുകൊണ്ട് വേണം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് കാര്യങ്ങളെല്ലാം. അതിലും കാര്യമായ ഒരു മാറ്റങ്ങൾ 2025 വിദേശ നിക്ഷേപകർ. അതുപോലെ തന്നെ ഒരു വിദേശിക്ക് അവരുടെ സ്വന്തം പേരിൽ ബിസിനസ് ചെയ്യുവാനുള്ള ഇപ്പൊ നിലവിൽ വിദേശികൾ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ പേരിലുള്ള ഒരു വിദേശ കമ്പനി ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ ബ്രാഞ്ച് കമ്പനി ബ്രാഞ്ച് പാർട്ണർ എന്ന രീതിയിലാണ് ബിസിനസ് ചെയ്യും. അപ്പോൾ അതിൽ അവരുടെ ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ മറ്റ് GCC രാജ്യങ്ങളിലുള്ള പോലെ തന്നെ വ്യക്തികളുടെ പേരിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുവാനുള്ള ഒരു ഫെസിലിറ്റി 2025 ഇപ്പോൾ പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി വരാനുള്ള ഒരു സാധ്യത കാണും.